നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെയും തലയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടിയിരുന്ന അനിശ്ചിതത്വത്തിന്റെ കാർമേഘം അകന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചതിനെ ചൊല്ലി കുറെ ദിവസങ്ങളിലായി CPM-ഉം CPI-യും നേർക്കുനേർ സംഘടനത്തിൽ തന്നെയായിരുന്നു. മുന്നണിയിലോ CPI മന്ത്രിമാരുമായോ ഘടകകക്ഷിയിലെ മറ്റേതെങ്കിലും കക്ഷികളുമായോ ആലോചിക്കാതെ, മന്ത്രിസഭയിൽ ആലോചിക്കാതെ, നിയമസഭാ ഉപദേശക സമിതിയുടെ കുറിപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ 10-ാം തീയതി ഡൽഹിയിൽ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷായെയും കണ്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അങ്ങനെ എടുത്ത സുപ്രധാനമായ ചില തീരുമാനങ്ങളുടെ ഫലമായി തന്നെയാണ് കഴിഞ്ഞ 16-ാം തീയതി കേരളത്തിന്റെ വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി IAS ഡൽഹിയിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നത്. ഇതിനെതിരെ CPI കടുത്ത പ്രതിരോധം തന്നെയാണ് ഉയർത്തിയത്. മന്ത്രിസഭയ്ക്ക് വരെ കടുത്ത പ്രതിരോധം തീർത്തുകൊണ്ടാണ് CPI ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. മുന്നണിയിൽ ആലോചിക്കാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യാതെ, CPI മന്ത്രിമാരുടെ ഈ വിഷയത്തിലുള്ള വിയോജിപ്പ് അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും എല്ലാം തീരുമാനപ്രകാരം, അല്ലെങ്കിൽ അവരെ സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ PM ശ്രീ പദ്ധതി അംഗീകരിക്കുകയായിരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് CPI കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്നത്. CPM-ന്റെ മുഖത്ത് നോക്കി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി, ഇത് പറ്റില്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഒപ്പിട്ട് ഈ പദ്ധതി റദ്ദ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇനി മുന്നണിയുമായി മുന്നോട്ടേക്ക് ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് കൊടുക്കുക വരെ ചെയ്തു. ഇത് മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കുന്നത് തന്നെയായിരുന്നു. CPM അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റുകയായിരുന്നു. CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി വരെ വന്ന് ഇക്കാര്യത്തിൽ അനുരഞ്ജന സന്ദേശവുമായി, അനുരഞ്ജന നീക്കവുമായി CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു കാരണവശാലും PM ശ്രീ പദ്ധതി ഒപ്പുവച്ചത് റദ്ദാക്കാതെ, കേന്ദ്രത്തിന് ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നതിന് കത്തുകൊടുക്കാതെ ഒരു കാരണവശാലും ഇനി മുന്നണിയുമായി സഹകരിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് CPI-യുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയെ അറിയിച്ചത്. അവിടെ അനുരഞ്ജനത്തിന്റെ, അനുനയത്തിന്റെ എല്ലാ വഴികളും പാളുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചെങ്കിലും പാർട്ടിയുടെ തീരുമാനത്തിൽ നിന്നും കടുകിട മാറാൻ ഞങ്ങൾ തയ്യാറല്ല, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് വർഗീയ ശക്തി ഭരണകൂടത്തിന്റെ അജണ്ടയായ, RSS ഭരണകൂടത്തിന്റെ അജണ്ടയായ ഹിന്ദുത്വം ഒളിച്ചു കടത്തുന്ന പരിപാടി കേരളത്തിലെ സ്കൂളുകളിൽ അനുവദിക്കില്ല. കേരളത്തിലെ സ്കൂളുകളിലെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഹിന്ദുത്വത്തിന്റെ രഹസ്യ അജണ്ട ഒളിച്ചു കടത്തി RSS-ന്റെ അജണ്ട പഠിപ്പിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടുനിൽക്കില്ല. CPI ഇതിനൊരു കാരണവശാലും സമ്മതിക്കില്ല. ഇത് ഇടതുപക്ഷത്തിന്റെ നയമല്ല. ഇത്തരം ഒരു പദ്ധതിയിൽ ആലോചിക്കാതെ പോയി ഒപ്പിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എന്ത് മന്ത്രിസഭയാണ്, ഇത് എന്ത് ഇടതുപക്ഷമാണ് എന്നാണ് ചോദിച്ചത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് മുഖത്ത് ആഞ്ഞടിക്കുന്ന തരത്തിൽ തന്നെയാണ് ബിനോയ് വിശ്വം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം പരസ്യ പ്രസ്താവന നടത്തിയത്. അതിനുശേഷമാണ് മന്ത്രിസഭയുമായി ചേർന്ന് പോകില്ല, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ സഹകരിക്കില്ല, ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഈ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് കത്ത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ഈ പദ്ധതി റദ്ദ് ചെയ്തില്ല, കരാർ റദ്ദ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CPI മന്ത്രിമാർ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കില്ല, മന്ത്രിസഭയുമായി സഹകരിക്കില്ല എന്ന കത്ത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി രോഷാകുലനായിരുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ അതിനുശേഷം ഇന്നലെ എറണാകുളത്ത് നടന്ന ചടങ്ങിൽ നിന്നും അദ്ദേഹം ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് പോലെ തന്നെ പെരുമാറുകയുണ്ടായി. CPI മന്ത്രിമാർ വിളിച്ച ആ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ ചടങ്ങ് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി മാറ്റുകയുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും എന്തൊക്കെ തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ഇനിയിപ്പോൾ CPI-യുടെ മന്ത്രിമാർ എല്ലാവരും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നാലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് CPI-ക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നാൽ പോലും ഈ നയത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ നയങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ രഹസ്യ അജണ്ട, രഹസ്യ ഹിന്ദുത്വം കേരളത്തിലെ സ്കൂളുകളിൽ
കടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിലെ സ്കൂളുകളിൽ നരേന്ദ്രമോദിയുടെയോ RSSന്റെയോ രഹസ്യ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു CPIയുടെ നിലപാട്. CPIയുടെ ഈ നിലപാടിന് CPMനകത്ത് നിന്നുള്ള പലരുടെയും പിന്തുണയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയത്തിൽ യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിൽ CPM അല്ല CPI ആണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുവാനും പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുവാനും CPIക്ക് സാധിച്ചു. എന്നും CPMന് മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന CPI എന്ന പ്രസ്ഥാനത്തെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ CPM എന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന CPMന്റെ വലിയേട്ടൻ മനോഭാവത്തിന്റെ മുന്നിൽ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് CPI പറയുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തന്നെ PM ശ്രീ പദ്ധതിയിൽ നിന്നും മാറിയില്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ഒപ്പുവെച്ചു കൊടുത്തിരിക്കുന്ന കരാർ റദ്ദാക്കിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല, ഒരുപക്ഷെ ഇടതുമുന്നണി തന്നെ വിട്ടുപോകും എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു, ചൂളി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇന്നിപ്പോൾ രാവിലെ നടന്ന അനുരഞ്ജന ചർച്ചയിലും CPIയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് തന്നെ പറഞ്ഞു. കരാർ റദ്ദാക്കുകയാണെങ്കിൽ ഈ കരാർ റദ്ദാക്കുന്ന വിവരം പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കണം, കേന്ദ്രത്തിന് കത്തയക്കണം, ആ കത്തിന്റെ കോപ്പി കരട് രൂപം ഞങ്ങൾക്ക് തരണം, അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്തും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും CPIയുടെ ദേശീയ സെക്രട്ടറിയായ D രാജയും ആ കത്ത് പരിശോധിക്കും. കത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ അത് വരുത്തും. ആ മാറ്റങ്ങൾക്ക് ശേഷമാണ് ആ കത്ത് കേന്ദ്രത്തിന് അയക്കേണ്ടത്. അങ്ങനെ ഈ പരിപാടി റദ്ദ് ചെയ്യണം, അതായത് കേന്ദ്രവുമായി ഒപ്പിട്ടിരിക്കുന്ന PM ശ്രീ പദ്ധതി റദ്ദ് ചെയ്യണം എന്നായിരുന്നു CPI പറഞ്ഞിരുന്നത്. എന്നാൽ പദ്ധതി തൽക്കാലം റദ്ദ് ചെയ്യാനുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMും ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തൽക്കാലം ഈ പദ്ധതി നടപ്പാക്കില്ല, കേന്ദ്രത്തിന് കത്തയക്കാം, ഈ പദ്ധതി മരവിപ്പിക്കുന്നു, തൽക്കാലം മുന്നോട്ട് പോകില്ല. ഈ കത്തിന്റെ കോപ്പി, അതായത് കരട് രൂപം CPIയുടെ ജനറൽ സെക്രട്ടറിയായ CPIയെ കാണിക്കും, ദേശീയ സെക്രട്ടറിയായ D രാജയെയും കാണിക്കും. അവരുടെ നിർദ്ദേശങ്ങൾക്ക് ഭേദഗതികൾക്ക് വഴങ്ങി വീണ്ടും കത്ത്, ഈ കരാർ മരവിപ്പിക്കുന്നു എന്നുള്ള കത്ത് വീണ്ടും കേന്ദ്രത്തിന് അയക്കും. ആ കത്ത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കും. പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനോ CPMന്റെ ഔദ്യോഗിക വക്താക്കളോ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഈ ഒരു കരാർ ഇപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIയുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.